ടിക്കറ്റ് പരിശോധനയ്ക്കിടെ ഒരു TTRന് ജീവൻ നഷ്ടമായ ദാരുണമായിട്ടുള്ള സംഭവം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമല്ല, അതിന് സമാനമായ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജോലിക്കിടയിൽ അനുഭവിക്കുന്നുണ്ട്. TTRമാരാണ് ഇവരെല്ലാം നിൽക്കുന്നവരെല്ലാവരും. ഇപ്പം ഒരു മനുഷ്യരുടെ ജീവൻ നഷ്ടമായി ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഈ ഒരു അവസ്ഥയാണോ എല്ലാ ട്രെയിനുകളിലും ഉള്ളത്? എല്ലാ ട്രെയിനുകളിൽ കമ്പാരിറ്റീവ്ലി അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ പോകുന്ന ആസാം ആ മേഖലകളിലോട്ട് പോകുന്ന ട്രെയിനുകളിലാണ് ഇത്തരം അൺഓതറൈസ്ഡ് പാസഞ്ചേഴ്സ് കൂടുതൽ കണ്ടുവരാറ്. പക്ഷേ ഇത്തരം കോച്ചുകളിൽ നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന യാത്രക്കാർ പോലും യാത്ര ചെയ്യാൻ പേടിയാണ്. അവരുടെ രീതികളും കാര്യങ്ങളും, അവർ മദ്യപിക്കുക, അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അവർ ബാത്റൂമുകളൊന്നും സുരക്ഷിതമായിട്ട് വെക്കത്തില്ല. സ്ത്രീകളടക്കമുള്ള ആൾക്കാർ TTRട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നമ്മൾ പല പ്രാവശ്യം അധികാരികളോട് സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ. പക്ഷേ അവർക്ക് ചില പരിമിതികളുണ്ടെന്നാണ് പറയുന്നത്. ഹൈ ലെവൽ ഫെസിലിറ്റീസ് ഇതിനകത്തില്ല. ക്യാമറയോ മറ്റു കാര്യങ്ങളോ ഒന്നും പെട്ടെന്നൊന്ന് അലർട്ട് ആവാനുള്ള സംവിധാനങ്ങളില്ല. ഞാൻ കേട്ടിട്ടുള്ള അറിവ് വെച്ചാൽ കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കയ്യിലാണ്. TTക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ ഒന്നും റെയിൽവേ ഉദ്യോഗസ്ഥർക്കാർക്കോ അതിൽ കൈയെടുത്താൻ സാധിക്കില്ല. അങ്ങനെയാണോ? റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കൈകടത്താം. അതിനുള്ള വ്യക്തമായ പവറും നിയമവും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റെയിൽവേ. ഏതാണ്ട് മിലിറ്ററി സർവീസ് പോലെ തന്നെയുള്ള അത് കൃത്യമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ അത് പ്രയോഗിച്ചാൽ മതി. ഇതൊരു പ്രിക്വേഷൻ എടുക്കുന്ന കാര്യത്തിൽ അത് പരാജയപ്പെട്ടു. ഇത്രയും ലഹരി പദാർത്ഥം ഉപയോഗിച്ച മനുഷ്യൻ എങ്ങനെ പ്ലാറ്റ്ഫോമിൽ വന്നു? എങ്ങനെ ഒരു സ്ലീപ്പർ കോച്ചിലേക്ക് എൻ്റർ ആവാൻ പറ്റും? TTക്ക് ഒരു പക്ഷേ എൻ റൂട്ടിൽ കുറച്ച് 2-3 മിനിറ്റേ കിട്ടും. ആ സമയത്ത് എതിലേക്കൂടെ വേണമെങ്കിലും 4 വശവും വാതിലുണ്ട്. ഇത്രയും കോച്ചുകൾക്ക് എല്ലാ വശത്തൂടെ ഇവനെ എതിലേക്കൂടെ വേണമെങ്കിലും കയറാം. പക്ഷേ ഒരു പ്ലാറ്റ്ഫോം എൻ്റർ ആവുന്നത് തടയണം. ഭാഗത്ത് പോകുന്ന ട്രെയിനുകളിലാണ് ഈ കൂടുതലും ഇത് സംഭവിക്കുന്നത്, എറണാകുളം മേഖലയിൽ നിന്ന്. കാരണം ഇപ്പോൾ ഈ സംഭവിച്ചത് തന്നെ എറണാകുളം പാറ്റ്ന വണ്ടിയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് മെജോറിറ്റി ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഭൂരിഭാഗവും ട്രാവൽ ചെയ്യുന്നത് എറണാകുളത്ത് നിന്നാണ്. പിന്നെ ഇവിടുന്ന് ട്രിവാൻഡ്രം ഗുവാഹട്ടി ഉണ്ടല്ലേ. ഒരു സുരക്ഷയുണ്ടോ നിങ്ങളുടെ ജോലിക്ക്? ഇല്ല, ഒരു സുരക്ഷയില്ല. ഇങ്ങനൊരു അവസരത്തിൽ ഒരു സുരക്ഷയുമില്ല. എപ്പോൾ വേണേലും ഒരു ആക്രമിക്കപ്പെടാമെന്നുള്ള പേടിയുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പഴയമാരിയുള്ള ആ മനോഭാവം അവിടെ മാറി. പണ്ടൊക്കെ ഇപ്പോഴാണ് അവർക്ക് നമ്മളെ മേൽക്കൈയാണ്. അതിപ്പം 2 പേര് റിസർവ് ചെയ്തിട്ട് അവരുടെ 6 പേര് കയറും. നമ്മൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവർ നമ്മൾ അല്ലെങ്കിൽ ID കാർഡ് ചോദിച്ചാൽ അവർ തരാൻ മടി. പണ്ടൊക്കെയാണ് ചെയ്യുമായിരുന്നു. തലത്തിലോ 1-2 കമ്പാർട്ട്മെൻറ്റിൽ ചേർത്ത ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഈ TTRമാർ മാത്രമല്ല, അവർ എന്തായാലും പേടിച്ചാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഇത് യാത്രക്കാരോട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഗുവാഹട്ടി ട്രെയിനായാലും പട്ന ട്രെയിനായാലും പല സമയങ്ങളിലും ആ ട്രെയിനിൻ്റെ ഒരു ചുമതല പോലും ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ പോലും ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ ബോഗി അടച്ച് പൂർണ്ണമായും ആരെയും കയറ്റാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഈ TTRമാർ ഉന്നയിക്കുന്നത്.